നമസ്കാരം സാർ. ആരോട് ചോദിച്ചിട്ടാ ബോഡി ഇങ്ങോട്ട് കൊണ്ടുവന്നത്? പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ അയാൾ സമ്മതിച്ചില്ല. ഉണ്ണിയുടെ അമ്മാവൻ. ആകെ പൊളിഞ്ഞല്ലോ. ഉണ്ണിയുടെ ബ്രദർ എത്തിയിട്ടുണ്ട്. എവിടെ? ഇതാ അവിടെ. കണ്ടോളൻസ്. ബുദ്ധിമുട്ടിക്കുകയാണെന്നറിയാം. എങ്കിലും എനിക്കൊരല്പം സംസാരിക്കാനുണ്ട്. വരൂ. വല്ലാത്ത ദുരന്തമായി. ഒരു ധീര സഖാവിന് മാത്രമല്ല, കൂടപ്പിറപ്പിനെയാണ് ഞങ്ങൾക്ക് നഷ്ടമായത്. ഒരഭ്യർത്ഥനയുമായിട്ടാണ് ഞങ്ങൾ വന്നത്. ഉണ്ണിയുടെ മൃതദേഹം പാർട്ടിക്ക് വിട്ടുതരണം. സ്വയം ഏറ്റെടുത്ത സമരത്തിന്റെ ബലിതയിൽ സ്വയം ഹോമിച്ച രക്തസാക്ഷിയാണവൻ. ധീരനായ പോരാളി. അവനെക്കുറിച്ച് നിങ്ങൾക്കെന്നും അഭിമാനിക്കാം. 10 മണിക്ക് മൃതദേഹം ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കാനാ തീരുമാനം. അതിനുശേഷം നഗരം ചുറ്റി വിലാപയാത്ര. വൈകിട്ട് 5-ന് നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ സംസ്കാരം. ബുദ്ധിമുട്ടില്ലെങ്കിൽ മിസ്റ്റർ ഹരീഷിനും പങ്കെടുക്കാം. പ്ലീസ്. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഒന്നും മനസ്സിലാവുന്ന ഒരവസ്ഥയിലല്ല ഞാൻ. ഒരു രക്തസാക്ഷിയുടെ മൃതദേഹം പാർട്ടിയുടെ അവകാശമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അലങ്കരിച്ച വാഹനവും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ദ്രോഹികൾ. അവന്റെ ജീവിതം നിങ്ങൾ തട്ടിയെടുത്ത് നശിപ്പിച്ചു. ഇനിയിപ്പം മരിച്ചു കിടക്കുന്നതിന്റെ ഉണ്ണിയുടെ ശരീരം കൂടെ വേണോ നിങ്ങൾക്ക്? മിസ്റ്റർ, നിങ്ങളുടെ വികാരം ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഒരു ചെറിയ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഉണ്ണിയുടേതല്ലാത്ത തെറ്റിന് ഈ വീട്ടിൽ നിന്ന് അവനെ അടിച്ചിറക്കിയതാ നിങ്ങൾ. അന്ന് അവൻ അഭയം കൊടുക്കാൻ ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ നിങ്ങൾ കാണിക്കുന്ന ഈ സെന്റിമെന്റ്സ് ഉണ്ടല്ലോ, ഇതിന്റെ 10-1 അംശം അന്ന് അവനോട് കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ നാടകം കാണുമ്പോൾ ഞങ്ങൾക്ക് അല്പം സിമ്പതി തോന്നുമായിരുന്നു. ഇന്നിപ്പോ ഉണ്ണിയുടെ പേരിൽ നിങ്ങളെക്കാൾ അവകാശം ഞങ്ങൾക്ക്. അതെ, അവകാശമാണ്. അച്ഛനും അമ്മയും വളർത്തി വലുതാക്കി പഠിക്കാൻ അയക്കുന്ന ഏത് കുട്ടിയുടെ മേലും നിങ്ങൾക്ക് ഒരുപാട് അവകാശമാണ്. കല്ലെറിയാനും കത്തിക്കാനും എല്ലാം അവനെ ആയുധമാക്കാം. കൊലമരത്തിലേക്ക് പോലും പറഞ്ഞയക്കാം. ഒരു കൊടിയും ഉച്ചത്ത് വിളിച്ചു പറയാൻ ഒരു മുദ്രാവാക്യവും ഇത്രയും കൊടുത്താൽ പിന്നെ നൊന്തു പെറ്റവർക്കുള്ളതിനേക്കാൾ അവകാശം നിങ്ങളെപ്പോലുള്ളവർക്കാണല്ലോ. അമ്മാവ, നിങ്ങൾ വെറുതെ ഇമോഷണൽ ആയിട്ട് കാര്യമില്ല. ഈ ഒരു കാര്യത്തിൽ പാർട്ടിയുടെ താല്പര്യം നിങ്ങൾ അംഗീകരിച്ചേ മതിയാവൂ. നിങ്ങളുടെ ഈ പ്രസംഗം കേട്ടാൽ ആവേശം കൊള്ളുന്ന ഒരാളെ ഈ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അവകാശം പറഞ്ഞുറപ്പിക്കുന്നതിനിടയിൽ അവൻ മരിച്ചു കിടക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോകുന്നു. അവന്റെ പൊള്ളിക്കരിഞ്ഞ ശരീരം ഇനി ഊരു ചുറ്റാൻ വിട്ടുതരില്ല. അത് ഞങ്ങൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. യു മേ പ്ലീസ് ഗോ. ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പൊ എവിടുന്ന് പോണം? പോയി വണ്ടി തിരിച്ചെടു. You will regret this. You will regret this. അത് ശരി. രാജ്യത്തുള്ള സകല പോലീസുകാരും കൂടെ ഇവിടെ വന്ന് കൂടിയാ പിന്നെ പുറത്തെങ്ങനെ ഇതൊക്കെ നടക്കാതിരിക്കും? സർ, ഈ സംഭവം ഗവൺമെന്റിന്റെ നിലനിൽപ്പിനെ ബാധിക്കുമോ? ഇരുട്ടടി പോലെയാണല്ലോ ചോദ്യം. നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു പ്രശ്നവും ഇപ്പോ നിലവിലില്ല. ഈ സർക്കാർ 5 വർഷം തികച്ചും ഭരിക്കും. സംഭവത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ പ്രതികരണം? ഓ, ഞെട്ടിപ്പോയെന്ന മറ്റോ എഴുതേണ്ട കൃഷ്ണനായരെ. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പിന്നെ പതിവല്ലേ. ഒരു ഈച്ച ചത്താൽ അതിനും വേണം ജുഡീഷ്യൽ അന്വേഷണം. ഏത് തരത്തിലുള്ള അന്വേഷണം വേണമെന്നൊക്കെ തീരുമാനിക്കുന്ന സർക്കാരാ, പ്രതിപക്ഷമല്ല. ഇന്ന് രാത്രി ക്യാബിനറ്റ് കൂടുന്നുണ്ട്. സർ, പ്രൊഫഷണൽ കോളേജുകൾ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് അത് നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ ഒരു കാര്യമേ സർക്കാരിന്റെ പരിഗണനയിലില്ല. ഇല്ലാത്ത പ്രശ്നത്തിന്റെ പേരിൽ പ്രതിപക്ഷം നടത്തിയ മുതലെടുപ്പ എല്ലാ കുഴപ്പത്തിനും കാരണം. റഷീദേ, തന്റെ ഡിസ്റ്റിലറിയുടെ കാര്യം ആകെ കുഴഞ്ഞു കിടക്കുക. അയ്യോ, ആ സഹോദരിയിലിടൂ മറ്റേ ഗ്രൂപ്പുകാരൻ അയാളെ കയറിയോട്ട് ഉടക്കു വെച്ചു. ഡൽഹി കിടന്ന് എനിക്കെതിരായി കളിക്കാനായത്. അങ്ങനെയാണെങ്കിൽ അടുത്ത റീഷഫിളിങ്ങിന് അവന്റെ കയ്യിൽ നിന്ന് ഈ വകുപ്പെങ്കിലും എടുത്ത് മാറ്റണം. വകുപ്പ് മാറ്റിക്ക് എടുത്ത് പുറത്ത് കളയാനുള്ള കളി കളിച്ചിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. അതിന് കാലതാമസമൊന്നുമില്ല, നോക്കിക്കോ. പിന്നെ എന്താ ഈ എക്സൈസ് മന്ത്രിയുടെ കളികൾ? അതൊക്കെ ഡീൽ ചെയ്തിട്ടുണ്ട്.
ഫോണുണ്ട്, മലയാളരമേന്നാണ്. ആ, ഞാനാണ് ജോർജെ. എല്ലാരോടും സംസാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഏറിയ 15 മിനിറ്റ്. പിന്നെ പ്രതിപക്ഷത്ത് എന്താ തീരുമാനം? ഓഹോ, ആ, ഡൽഹി ടു ബാംഗ്ലൂർ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് എയർഫോഴ്സിന്റെ ഫ്ലൈറ്റിൽ പോന്നു. അത് ശരി. ഇതിനിടെ അങ്ങനെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായോ? അത് ഞാൻ അറിഞ്ഞതേ ഇല്ല. അറിയാൻ ഉടനെ കൈകാര്യം ചെയ്തോളാം, നിങ്ങൾ വിഷമിക്കണ്ട. ഓക്കെ, താങ്ക് യു. വിജയരാഘവന്റെ കളികൾ പത്രക്കാരും അറിഞ്ഞു. അത് പറയാനാ ജോർജ് വിളിച്ചത്. എവിടെയുണ്ട് ചാരായ മന്ത്രി? മിനിസ്റ്റർ ഓഫീസിലുമില്ല, വീട്ടിലുമില്ല. ഇന്നലെ വിളിച്ചു പറഞ്ഞപ്പോ മുതൽ ട്രേസ് ചെയ്യാൻ ശ്രമിക്കുക. പോലീസ് എസ്കോർട്ട് ഇല്ലാതെയാ മുങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ എവിടുന്നായാലും അയാളെ ഉടൻ തപ്പിയെടുക്കണം. പിന്നെ എന്തായി കൊച്ചു കൊച്ചു ഓപ്പറേഷൻ? 3 പേരകത്തുണ്ട്. ആ, അത് മതി. എമർജൻസി അല്ലെങ്കിൽ ഇനി ഒരു കാളും കണക്ട് ചെയ്യണ്ട. പ്രത്യേകിച്ച് പത്രക്കാരുടെ വിളിയാണ്. നാളത്തെ കാര്യം എന്ത് വേണോ, ഹർത്താൽ വേണോ എന്നൊന്നും പ്രതിപക്ഷം ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ലെന്നാ മലയാളരമ പറഞ്ഞത്. ഈ മാസം തന്നെ ബന്ദ് 2 എണ്ണം കഴിഞ്ഞതുകൊണ്ട് ഇനി 3-മതൊരെണ്ണം കൂടി പറ്റില്ലെന്ന ഘടകകക്ഷികളുടെ സ്റ്റാൻഡ്. തർക്കം തീർന്നിട്ടില്ല. ജനങ്ങളെ കൂടുതൽ വെറുപ്പിക്കാതിരിക്കാനുള്ള സൽബുദ്ധി തോന്നട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സോ കമോൺ, എന്താണ് ഇവിടുത്തെ സംഭവം? പോലീസിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രകോപനമില്ലാതെ പിള്ളേര് പെട്ടെന്ന് വയലന്റ് ആവുകയായിരുന്നു. ആദ്യം കല്ലേറും, മൈൽഡ് എക്സ്പ്ലോസീവ്, പിന്നെ സ്മോക്ക് ബാമ്പ്. ആ കൺഫ്യൂഷൻ ഇടയ്ക്ക ഈ ദുരന്തം. ഇത്രയൊക്കെ ഞാൻ ഇന്നലെ ഡൽഹി വെച്ച് തന്നെ അറിഞ്ഞ കാര്യങ്ങളാ. ഇങ്ങനെയൊക്കെ നടക്കാൻ പോകുന്നെന്ന് ഇന്റലിജൻസുകാർ അറിഞ്ഞതേയില്ലല്ലേ? an unpardonable failure. എക്സ്ക്യൂസ് മീ സർ, ആയിരക്കണക്കിന് കുട്ടികൾ കൂടുന്നതിന് നടക്ക് എന്ത് നടന്നാലും നമുക്ക് എങ്ങനെ തടയാൻ കഴിയും സർ? നിങ്ങളുടെ ഈ ചോദ്യത്തിനൊക്കെ ഞാൻ ഉത്തരം പറയണമെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഈ കളസോട്ട് നടക്കുന്നത്? വിദഗ്ധൻ. ആ, മോനിവിടെ ഇരുന്ന് ഈ പോലീസ് പുറയൊക്കെ നോക്കി പഠിക്കണം. വലുതാകുമ്പോഴേ എടുത്ത് പ്രയോഗിക്കാനുള്ളതാ. ആ, എന്താ ഇപ്പോഴത്തെ പൊസിഷൻ? അവിടെ ഇവിടെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ നടന്നതൊഴിച്ചാൽ സ്ഥിതിഗതികൾ പൊതുവെ ശാന്തമാണ്. മേജർ കാഷ്വാലിറ്റീസ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഒരുത്തൻ സ്വയം കത്തി ചാമ്പലായതുപോലെ മേജർ കാഷ്വാലിറ്റി. ഒരു ദിവസം ഞാനിവിടെ ഇല്ലെങ്കിൽ ആകെ കുളവാകും. നിങ്ങളെ കൊണ്ടൊന്നും ഇത് നോക്കി നടത്താൻ പറ്റില്ലെന്നായിട്ടുണ്ടല്ലേ? നേരിട്ട് ഉത്തരവാദിത്വമുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുമെതിരെ നടപടി ഉണ്ടാവും. സർ, ഒരു റിക്വസ്റ്റ് ഉണ്ട്. യെസ്. IPS കേഡറിലുള്ളവരെ നടപടിയിൽ നിന്ന് ഒഴിവാക്കിയാൽ കൊള്ളാമായിരുന്നു. ഘടകകക്ഷിയുടെ നോമിനി ആയതുകൊണ്ട് തൽക്കാലം കമ്മീഷൻ രക്ഷപ്പെടും. പക്ഷേ കൺസേൺഡ് ASP സസ്പെൻഷനിൽ പോയേ പറ്റൂ. ആരാ ASP? മിസ്റ്റർ ജോൺ വർഗീസ്. നിങ്ങൾ ആരെങ്കിലും അയാളെ വിളിച്ച് 4 നല്ല വാക്ക് പറയൂ. പിന്നെ DVSP സർക്കിൾ തുടങ്ങി താഴോട്ടുള്ള എല്ലാവർക്കും സസ്പെൻഷൻ. ഇത് ചെയ്തെങ്കിലേ ഈ സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചു എന്ന് പത്രക്കാരെഴുതൂ. ആഹാ, നിനക്കെന്താ ഇവിടെ മുതിർന്നവർ സംസാരിക്കുന്നിടത്ത് കാര്യം? അവൻ കാര്യങ്ങൾ ഓരോന്നായി ഗ്രഹിച്ചു തുടങ്ങട്ടെ പോലെ. ഭരണകാര്യങ്ങൾ പറയുന്നിടത്തല്ലാതെ ഇവൻ വേറെ എവിടെയാ നിൽക്കേണ്ടത്? ഇവന്റെ അച്ഛനെ ഞാൻ കണ്ടു ഡൽഹിയിൽ. രാജ്യസഭയിൽ എങ്ങനെ വിലസുക. എക്സൈസ് മിനിസ്റ്റർ എത്തിയിട്ടുണ്ട്. ആഹാ, വന്നോ? അയാളൊരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. റഷീദേ, താൻ അയാളുടെ ലൈനൊന്ന് അറിഞ്ഞു വാ. മാധവ, താൻ ആ കൊച്ചുകോശിയിലെടുത്തിരിക്കെ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ശരി. നേരം എത്രയായി എന്നറിയാമോ ഹരിക്ക്? സമയത്തിന് ആഹാരം പോലും കഴിക്കാതെ എത്ര കാലം ഇങ്ങനെ ഇരിക്കാനാ തന്റെ പരിപാടി? താൻ വാ, വിളമ്പി വെച്ചൊക്കെ തണുക്കുന്നു.
ബനിയൻസും റെഡ് ഷർട്ടും, അല്ലെങ്കിൽ ബേഷും സ്കൈ ബ്ലൂവും. ഉണ്ണേട്ടന് ഇതൊക്കെ വല്ലാത്ത ചേർച്ചയായിരുന്നു അല്ലേ? രാധേ, എന്താ ഇതൊക്കെ? വെറുതെ ഹോസ്റ്റലിൽ നിന്ന് അവർ കൊടുത്തയച്ച് ഉണ്ണേട്ടന്റെ ഡ്രസ്സും ബുക്സും ഒക്കെ അടുക്കി വെക്കുക. ഹരിയേട്ടനറിയാലോ, മുറി എപ്പോഴും ഇങ്ങനെ അടുക്കി നീറ്റാക്കി വെക്കുന്നതാ ഉണ്ണേട്ടന് ഇഷ്ടം. നിനക്കെന്താ കുട്ടി, ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്ത് പിടിച്ചില്ല എന്ന് സ്വയം ഉറപ്പുവരുത്താനാ ഞാനിതൊക്കെ ചെയ്യുന്നത്. ഈ മുറിയിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോ ഉണ്ണേട്ടൻ ഇവിടെ എവിടെയോ ഉണ്ടെന്നുള്ള തോന്നല് അതൊരാശ്വാസ. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് എനിക്കറിയാം. എങ്കിലും മോഹിക്കാൻ വേറെ ഒന്നുമില്ല മനസ്സിൽ. മരിക്കാൻ തീരുമാനിക്കും മുമ്പ് നിന്നെങ്കിലും ഒന്ന് ഓർക്കായിരുന്നു അവന്. ഇല്ല, ഉണ്ണേട്ടൻ സ്വയം ചെയ്താണെന്ന് തോന്നുന്നുണ്ടോ ഹരിയേട്ടന്? ആത്മഹത്യയാണെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞെങ്കിൽ ഉണ്ണേട്ടനെ എനിക്ക് വെറുക്കാമായിരുന്നു. ഉണ്ണേട്ടനെ കുറിച്ചുള്ള ഓർമ്മകളെ മുഴുവൻ വെറുക്കാമായിരുന്നു. പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല. ആരൊക്കെ പറഞ്ഞാലും അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്താ നീ പറയുന്നതിന്റെ അർത്ഥം? ഞാൻ വഴിതെറ്റിപ്പോയെന്ന് കണക്ക് കൂട്ടാൻ ധൃതിയല്ലേ? നിനക്ക് പോലും തോന്നി തുടങ്ങിയിട്ടുണ്ട് ഉണ്ണി ഇനി നിനക്ക് തിരിച്ചു കിട്ടില്ലെന്ന്. അങ്ങനെയൊക്കെ തോന്നിപ്പോയാലും അത് വേറെ ആരുടെയും കുറ്റം കൊണ്ടൊന്നും അല്ലല്ലോ. ഒക്കെ ഉണ്ണേട്ടൻ തന്നെ വരുത്തി വെക്കുന്നല്ലേ. എന്റെ ഭാഗത്തും കുറച്ചൊക്കെ തെറ്റുണ്ട്, അത് സമ്മതിക്കാം. അത്ര മതി. തെറ്റുണ്ടെന്ന് ബോധ്യമായെങ്കില് പിന്നെന്താ, തിരുത്തിക്കൂടെ? ചോദിക്കാൻ എളുപ്പം കഴിഞ്ഞു. നിനക്കറിയില്ല രാധേ, ഒരു വല്ലാത്ത സെറ്റപ്പിലാണ് ഞാൻ ചെന്ന് പെട്ടിരിക്കുന്നത്. ഒരിക്കൽ പെട്ടുപോയാൽ പിന്നെ വിചാരിക്കുമ്പോ തിരിച്ചു വരാൻ പറ്റുന്ന വരില്ല. ഈ ബഹളമൊക്കെ ഉണ്ടാക്കുന്നത് വേറെ ആർക്കോ വേണ്ടിയാണെന്ന് തോന്നി തുടങ്ങിയിരിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങൾ. ഒരു ഉപകരണമായിട്ട് ഇങ്ങനെ നിന്നു കൊടുക്കാൻ ഇനി വയ്യ. മടുത്തു, മതിയേ. ഇനിയെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു പോന്നൂടെ? തിരിച്ചവിടെ ഒന്ന് കയറുമ്പോ ഇറങ്ങിപ്പോന്ന് പറയില്ല എന്ന് ഉറപ്പുണ്ടോ നിനക്ക്? അച്ഛൻ അതൊക്കെ എന്നേ പുറത്തു കഴിഞ്ഞു. വരാം. ഒക്കിൽ ജീവനുണ്ടെങ്കിൽ നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഉണ്ണികൃഷ്ണൻ തറവാട്ടിൽ തിരിച്ചെത്തും. തീർച്ച. ഹരിയേട്ടൻ ലീവിൽ വരുന്നെന്ന് അറിഞ്ഞപ്പോ തന്നെ മനസ്സ് മാറിയതാ ഉണ്ണേട്ടന്. മരിക്കാൻ തീരുമാനിച്ചാണെന്ന് പോയതെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോരാമെന്ന് ഉണ്ണേട്ടൻ എനിക്ക് വാക്ക് തരില്ലായിരുന്നു. എന്നെ വെറുതെ മോഹിപ്പിക്കില്ലായിരുന്നു. ആരാ? ഞാൻ ഹരികൃഷ്ണൻ, ഉണ്ണികൃഷ്ണ ബ്രാറ. ആ, വരണം. ഇരിക്കണം. എന്താ വിശേഷിച്ച്? ഉണ്ണിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്നറിഞ്ഞു. അതിന് നന്ദി പറയാൻ വന്നാണോ? അതോ വല്ല സമ്മാനം തരാനോ? വേണ്ട. തന്നെത്താൻ കത്തിച്ചാവാൻ ഇറങ്ങിയവനെ രക്ഷിക്കാൻ ചാടിയതിന് സർക്കാർ തന്നെ തക്കതായ പാരിതോഷികം തന്നു കഴിഞ്ഞു. ഈ പാവം IPS പ്രൊബേഷണർക്ക് സസ്പെൻഷൻ. ഞാൻ പറഞ്ഞു തുടങ്ങിയേ ഉള്ളൂ മിസ്റ്റർ. തലപ്പത്തിരിക്കുന്നവന്റെ ഒന്നും ഒരു പൂട പോലും ഒരുത്തനും തൊട്ടില്ല. നിങ്ങളുടെ അനിയൻ കാണിച്ച തലവഴിക്ക് ഇപ്പൊ ശിക്ഷ അനുഭവിക്കുന്നത് ഞാനും താഴെയുള്ള 5-6 പോലീസുകാരുമാ. രാഷ്ട്രീയക്കാര് പന്തവും പടക്കവും കുറുവടിയെ കൊടുത്ത് പിള്ളേരെ കടത്തിലോട്ട് ഇറക്കി വിടും. എന്നിട്ട് കരക്കിരുന്ന് രസിക്കും. തമ്മിൽ തല്ലാനും തന്നെത്താൻ ചാവാനും നടന്നവനെയൊക്കെ രക്ഷപ്പെടുത്താമായിരുന്നില്ലെന്നാ ഇപ്പൊ എൻക്വയറി കമ്മീഷന്റെ ചോദ്യം. രക്ഷിക്കാൻ ഞാനാരാ? മിശികായോ? നിങ്ങൾക്കറിയോ, നിന്ന് കത്തുന്നവനെ ചാരി പിടിക്കാൻ പോയിട്ടും എന്റെ തടി ഇങ്ങനെ മിച്ചം കിട്ടിയത് അപ്പച്ചനും അമ്മച്ചിയും നിത്യവും കുരിശുപള്ളി പോയി മുട്ടിപ്പായ പ്രാർത്ഥിക്കുന്നുണ്ടാ. മടുത്തു. എന്തിനാ ഇങ്ങനെ സർക്കാരിനെ സേവിക്കുന്നത്? എന്റെ അപ്പനും പോലീസുകാരനായിരുന്നു. ഒരുത്തന്റെ നക്കാപ്പിച്ച വാങ്ങിക്കാത്ത നല്ല ഒന്നാന്തരം പോലീസ്.
എന്നിട്ടെന്താ? 7 മൂത്ത് SI ആയി സർവീസിൽ നിന്ന് ഇറങ്ങിയപ്പോ മിച്ചം കിട്ടിയ എന്തോന്നറിയണോ? ഓലക്കേടെ മൂടാ. ഒടുക്കം വയസ്സാം കാലത്ത് പറമ്പി തൂമ്പാക്കായി പിടിച്ചിട്ടാ അങ്ങേര് എന്നെ പഠിപ്പിച്ച് നിലയിലാക്കിയത്. അയ്യോ, ഇതൊന്നും കണ്ട് പേടിക്കണ്ട, എന്റെതല്ല. IPS കിട്ടി തലസ്ഥാനത്ത് പോസ്റ്റിംഗ് ആണെന്ന് അറിഞ്ഞപ്പോ തൊടുപുഴക്കാരനൊരു റബ്ബർ ചായൻ താക്കോലെടുത്ത് മടിയിലോട്ട് ഇട്ട് തന്നു. കയറി താമസിച്ചോളാൻ. കെട്ടിക്കാൻ പ്രായത്തിലുള്ള മകള് നിപ്പുണ്ട് അതിയാനേ. സോറി, ഞാൻ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തു. ഒന്നുമില്ലാന്ന്, വെറുതെ വേലിയെ കിടന്നെടുത്ത് വേണ്ടാത്തടത്ത് വെച്ചല്ലോ എന്നുള്ള അരിശം കൊണ്ട് പറഞ്ഞു പോയതാ. അല്ല, നിങ്ങളോട് ചൂടായൊന്നുമല്ല. ഇരിക്കെ. ദണ്ണം വന്നാ പിന്നെ തൊപ്പിയും നക്ഷത്രം ഒന്നും നോക്കുകയില്ല. നല്ല നാടൻ ഭാഷയില് ആരെങ്കിലും 4 തെറി പറഞ്ഞാലേ എന്റെ നാക്ക് താഴും. അപ്പന്റെ വാങ്ങലാന്ന് വെച്ചു. നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയില് ഞാൻ ഇങ്ങനൊന്നും പറയാൻ പാടില്ലാത്ത ഒരു മോള്. വേണ്ട, താങ്ക്സ്. ഉണ്ണിയെക്കുറിച്ച് അവൻ സ്വയം അത് ചെയ്തു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതിന്റെ പിന്നിൽ വേറെന്തൊക്കെയോ ഉണ്ടെന്ന് വെറുതെ മനസ്സ് പറയുന്നു. സംഭവം നടക്കുമ്പോ ഏറ്റവും അടുത്തുണ്ടായിരുന്ന ആളായതുകൊണ്ട് ഒന്ന് സംസാരിക്കാമെന്ന് കരുതി. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ. തീ കത്തിപ്പിടിക്കുമ്പോഴേ ഞാൻ കണ്ടുള്ളൂ. എന്നാലും അയാൾ സ്വയം തീ വെച്ചാണെന്ന് തന്നെയാ എന്റെ വിശ്വാസം. മറിച്ചെന്തെങ്കിലും സംഭവിച്ചു എന്ന് ചിന്തിക്കാൻ ഒന്നുമില്ല. പിന്നെ വല്ലാത്തൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണത്. നിങ്ങളോടായാലും ശരി, ചാടിക്കേറി എന്തെങ്കിലും വ്യക്തിപരമായ അഭിപ്രായം പറയുന്നത് ശരിയല്ല. നിങ്ങളുടെ ഈ സംശയത്തിന് തെളിവുകൾ എന്തെങ്കിലും കിട്ടിയാൽ കം ടു മീ. സസ്പെൻഷനിലാണെങ്കിലും ഐ മേ ബി ഏബിൾ ടു ഹെൽപ്പ് യു. താങ്ക് യു. ഹരീഷൻ, ഞാനിപ്പോ കളത്തിന് പുറത്തായതുകൊണ്ട് കേസിന്റെ പ്രോഗ്രസിനെ കുറിച്ചൊന്നും അറിയില്ല. നിങ്ങൾ പറ്റുമെങ്കിൽ കമ്മീഷൻ ഒന്ന് കണ്ടു നോക്കൂ. ഹി ഹാസ് മോർ ഡീറ്റെയിൽസ്. എന്ത് ചെയ്യാം? ഓരോരുത്തരും മുതലെടുപ്പ് നടത്തി നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതായിരിക്കുന്നു. ടെറിബിൾ. ഗവൺമെന്റ് ലെവലിൽ അന്വേഷണം നടക്കുന്നുണ്ട്. റിപ്പോർട്ട് വരട്ടെ. സംഭവത്തിന് ഉത്തരവാദികൾ ആരെങ്കിലും ഉണ്ടെന്ന് കണ്ടാൽ തീർച്ചയായും നടപടി ഉണ്ടാവും. ഈ ഘട്ടത്തിൽ വേറൊരു ഉറപ്പും തരാൻ എനിക്ക് കഴിയില്ലല്ലോ. നമസ്കാരം. വരൂ. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇരിക്കൂ. എന്നാ ഉദ്ഘാടനം? 10-ാം തീയതിയാണ്. കെട്ടിടം ബഹുവിശേഷമാണെന്ന് കേട്ടു. എല്ലാം സാറിന്റെ അനുഗ്രഹം. വേറെ ആരൊക്കെയുണ്ട്? കവർ സ്റ്റോറി. ജേർണലിസ്റ്റ് ആവുമ്പോ ഒരു ദോഷമുണ്ട്. തൊട്ടു മുമ്പിൽ ഒരാൾക്ക് അപകടം പറ്റുന്നത് കണ്ടാലും അയാളെ രക്ഷപ്പെടുത്താനില്ല, പെട്ടെന്ന് ക്യാമറ എടുക്കാനാ കൈ നീളുക. അന്ന് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാ. പക്ഷേ ചുറ്റുപാട് നടന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. വേറെ ആർക്കും കിട്ടാത്ത സ്നാപ്സ് എടുക്കാൻ പറ്റിയതിലുള്ള ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു ഞാൻ. ഒരുതരം ക്രൂരമായ മനസാന്നിധ്യം. ഇപ്പൊ അത് ഓർമ്മിക്കുമ്പോ ഇറ്റ് സ്റ്റിൽ ഹോൺസ് മീ ലൈക്ക് എ നൈറ്റ്മെയർ. ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പേടി സ്വപ്നം. പക്ഷേ സംശയിക്കാൻ പാകത്തിൽ എന്തെങ്കിലും കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല. കമ്മീഷണറുടെ പെരുമാറ്റമാണ് എന്നെ കൺഫ്യൂസ് ചെയ്യുന്നത്. ഒരു കാരണവുമില്ലാതെ അയാൾ എന്നോട് പൊട്ടിത്തെറിച്ചു. ബേസിക്കലി അയാൾ GPയുടെ ആളാണ്. പിന്നെ പലയിടത്തും പൊളിറ്റീഷ്യൻസും പോലീസും തമ്മിൽ ഒരുപാട് ഇടപാടുകളുണ്ട്. ഇവിടെയും എന്തോ ഒരു സംശയം തോന്നിയാ പിന്നെ കാണുന്നതിനെയൊക്കെ സംശയിക്കാന്ന് പറയാറില്ലേ, അതുപോലെ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ. നിങ്ങൾ പപ്പനെ കണ്ടിരുന്നോ? അറിയില്ലേ പപ്പനെ? ഒരു കാലത്ത് ഉണ്ണിയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നത്രേ. പിന്നെ പിന്നെ അവര് വലിയ ഫ്രണ്ട്സായി. ഒക്കെ എന്റെ തെറ്റാ. സമരം തുടരാൻ പറ്റില്ലെന്ന് അവൻ വാശി പിടിച്ചപ്പോഴും അവനെ നിർബന്ധിച്ചത് ഞാനാ. എന്നോട് പിണങ്ങാതിരിക്കാൻ വേണ്ടിട്ടാ സത്യത്തിൽ ഒടുവിൽ അവൻ സമ്മതിച്ചത്. ഉണ്ണിയും GPയും തമ്മിൽ എന്തെങ്കിലും? ഏയ്,
മറ്റാരേക്കാളും വാത്സല്യമായിരുന്നു ദീപിക അവനോട്. അവര് തമ്മിൽ എന്തോ തർക്കമുണ്ടായതിനെ പറ്റി നിങ്ങളന്ന് സംസാരിച്ച് കേട്ടതുപോലെ ഒരു ഓർമ്മ. മതി മതി, ക്രോസ് വിസ്താരം വേണ്ട. പപ്പൻ അധികം സംസാരിച്ചൂടാ. അലീക്ക, ഇത് ഉണ്ണിയുടെ ഏട്ടനാ. ആരായാലും എന്താ, ആവശ്യമില്ലാത്ത വിസിറ്റേഴ്സ് പാടില്ല. പോകാൻ റെഡി ആയിക്കോളൂ. പപ്പനെ ഡിസ്ചാർജ് ചെയ്തു. നാളെ കൂടെ കഴിയട്ടെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. ഈ കണ്ടീഷനിൽ അവനെ ഡോക്ടറോട് ഞാൻ സംസാരിച്ചു. അതെ, ഹോസ്റ്റലിലേക്കൊന്നുമല്ല, GP-യുടെ വീട്ടിലേക്കാ പോകുന്നത്. വേറെ എവിടെയായാലും ശല്യങ്ങളാ. അനാവശ്യ ചോദ്യങ്ങളുമായി കുറെ പത്രക്കാരും പിന്നെ ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ കുറെ CID-മാര്. അലീക്ക, എന്താടാ, ചാകേണ്ടവനൊക്കെ ചത്തു, ഇനി ജീവിച്ചിരിക്കുന്നവർക്കെങ്കിലും സ്വയം തന്നു. ഏയ്, ഇവിടെ വെച്ചത് വേണ്ട. നിന്നോടൊക്കെ ഞാൻ അന്നേ പറഞ്ഞതാ, ഉണ്ണിയെക്കുറിച്ച് ഇനി ആവശ്യമില്ലാത്ത ചർച്ചകളൊന്നും വേണ്ടെന്ന്. ഉണ്ണിയുടെ ഏട്ടനായതുകൊണ്ടാ. നിനക്കറിയാമോ, പോലീസ് കമ്മീഷണറോട് ഇന്ന് ഉച്ചയ്ക്ക് അവൻ എന്താ പറഞ്ഞതെന്ന്? അവന്റെ അനിയനോട് പകയുള്ള ഒരാളെ ഭൂമിയിലുള്ളൂ, അത് നീയാണെന്ന്. തക്കം കിട്ടിയപ്പോ നീ ഉണ്ണിയോടുള്ള വൈരാഗ്യം തീർത്തുന്ന അവന്റെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തം. വിശ്വാസം വരുന്നില്ല അല്ലേ? വേണ്ട, വിശ്വസിക്കണ്ട. പക്ഷെ നല്ലൊരു വക്കീലും കുറച്ച് സാക്ഷികളുമുണ്ടെങ്കിൽ ഏത് കോടതിയിലും ഇത് ബോധ്യപ്പെടുത്താം. ഏത് പത്രക്കാരനും ഇത് എഴുതി കുഴിപ്പിക്കാം. സൂക്ഷിച്ചോ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അവളൊരു അറിയപ്പെടുന്ന ജേർണലിസ്റ്റ് ആയിപ്പോയി. കാണാം. പരിചയപ്പെടുത്തണ്ടല്ലോ അല്ലേ? അറിയാം. ഹലോ. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇടയ്ക്ക് വീട്ടിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചു. ഒരു മിനിറ്റ്. അവിടുത്തെ വിഷമത്തിനിടയ്ക്ക് ഞങ്ങൾ വന്നാ പിന്നെ വെറുതെ ഉണ്ണി ആലോചിച്ച്. അതെ, ഇനിയിപ്പോ വെറുതെ ഉണ്ണിയെ ഓർക്കുന്നതിൽ അർത്ഥമില്ലെന്നറിയാം. പക്ഷെ ഞങ്ങൾക്ക് അവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നുമില്ലല്ലോ ഓർക്കാൻ. അതല്ല, സമരം തീർന്നപ്പോ കവർ ചെയ്യാൻ ഒരുപാട് പോർഷൻസ്, ഡെയിലി എക്സ്ട്രാ അവേഴ്സും പിന്നെ ഫസ്റ്റ് ഇയേഴ്സിന്റെ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തു. അതുമല്ല, ഉണ്ണിയുടെ ഏട്ടൻ തിരികെ ബോംബെക്ക് പോയിക്കാണെന്ന് ഞങ്ങൾ വിചാരിച്ചു. അതെ. അല്ല, ഹരി ഇന്നലെ മിനിഞ്ഞാന്നുമായി ജിമ്മിയുടെ വീട്ടിൽ പലതവണ ഫോൺ ചെയ്തിരുന്നു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒരു കാര്യം അറിയാനാണ് ഞാൻ വന്നത്. മരിക്കുന്നതിന്റെ തലേന്ന് ഉണ്ണിയും GP-യുമായി എന്തോ തർക്കം ഉണ്ടായെന്ന് കേട്ടു. അത് വലിയ വലിയ കാര്യങ്ങളൊക്കെ ലീഡേഴ്സ് തമ്മിൽ ചർച്ച ചെയ്തിട്ടുള്ളൂ. അതൊന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. സോറി, അടുത്ത ആഴ്ച ടൂർണമെന്റ് ഉണ്ട്. പ്രാക്ടീസ് മുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ഇഫ് യു ഡോണ്ട് മൈൻഡ്. ജിമ്മി, ഈ കുട്ടികൾക്ക് എന്ത് പറ്റിയാവോ? They were really smart guys, you know? അതെ, അവർക്കെന്തോ പേടിയുള്ളതുപോലെ. വല്ലാത്ത പന്നത്തരായിപ്പോയി നിങ്ങൾ കാണിച്ചത്. ഉണ്ണിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആണല്ലോ എന്ന് വിചാരിച്ച ഹരിയായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നത്. എന്നിട്ട് നിങ്ങൾ ഒരുമാതിരി. സുപ്രിയക്ക് അങ്ങനെയൊക്കെ പറയാം. തനിക്കറിയോ, അങ്ങേരുമായി മിണ്ടിപ്പോയ ചവിട്ടി നട്ടല്ലൊടിക്കുന്ന GP-യുടെ ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്. അതിന് തനിക്ക് നട്ടലുണ്ടായിട്ട് വേണ്ടേ? എന്താ പ്രശ്നം? നിങ്ങൾ നാളെ ഉണ്ണിയുടെ ഏട്ടനെ പോയി കണ്ടിട്ട് ഒരു അപ്പോളജി എങ്കിലും പറയണം. അല്ലെങ്കിൽ അത് ഉണ്ണിയോട് കാണിക്കുന്ന നിറയേടാവും. അത് കറക്റ്റാ. നിങ്ങൾ എന്തൊക്കെ ഇളക്കിയാലും ശരി, അയാളെ കാണാനും മാപ്പ് പറയാനൊന്നും ഞാനില്ല. എന്നിട്ട് വേണം അവന്മാരെടുത്തിട്ട് പെരുമാറാൻ. എന്റെ അമ്മയുടെ അവന്മാര് അവിടെ നിൽക്കണോ? എന്താടാ, ഞങ്ങളെ കണ്ടിട്ട് തിരിച്ചറിയുന്നില്ല അല്ലേ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾക്ക് വേണ്ടതോ? ആ, വന്നേ പറയാ.
അലിക്ക, അവൻ എന്തിനാണ് നിങ്ങളെ കാണാൻ വന്നത്? അവൻ എന്താ അറിയേണ്ടത്? ഉണ്ണിയെക്കുറിച്ച് ഉണ്ണിയെക്കുറിച്ച് കൈയെടുക്ക. പറയടാ. ഉണ്ണിയും ജീറ്റും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. പ്രശ്നമൊന്നുമില്ലായിരുന്നെന്ന് പറയായിരുന്നു പാർട്ടി. ആളുകൾക്കില്ലാത്ത പലതും നിനക്കുണ്ടല്ലേ? അലിക്ക, വിടാനാ പറഞ്ഞത്. നടക്ക്. എടാ, മറക്കണ്ട, നീ ചെവിന്ന് വിളിക്കാൻ നിന്നോടും കൂടിയാ. നീ എന്തൊക്കെ സംഭവിക്കും? ഹരിയേട്ടാ, താങ്ക് യു. പോകുന്നുണ്ടല്ലേ? വാ. സർപ്രൈസ് ആയല്ലേ? എല്ലാരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ വരും, ഇരിക്കാം. വാ. ഞങ്ങളിങ്ങനെ ഇന്നലെ നമ്മൾ തമ്മിൽ കണ്ടപ്പോ ബബ പോയിക്കണം, ഞാൻ പറയാം. ഹരിയേട്ടാ, ഇന്നലെ രാത്രി ഒരു വിശേഷം ഉണ്ടായി. എനിക്ക് സാബുവിനും പുതിയതായി ഒരു നട്ടിൽ കിളർത്തിരിക്കുന്നു. നമ്പീശന്റെ കാര്യം പറയാറൊന്നും ആയിട്ടില്ല. നട്ടിലിന്റെ സ്ഥാനത്ത് ചെറിയൊരു പൊടിപ്പുണ്ട് അല്ലേ? പെട്ടെന്ന് കിളർക്കുമെന്നൊന്നും തോന്നുന്നില്ല. ശരിക്കും വളമിടേണ്ടി വരും. ഇന്നലെ ഹരിയേട്ടൻ വന്നപ്പോ ഞങ്ങൾ വളരെ ബോറായിട്ടാണ് പെരുമാറിയത്. സോറി. GP-യുടെ ആൾക്കാരെ പേടിച്ചിട്ട് ഞങ്ങള്. അറിയാം, സാരമില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഹരിയേട്ടന് ബുദ്ധിമുട്ടില്ലെങ്കിൽ കുറച്ച് സംസാരിക്കാനുണ്ട്. ഓ യെസ്, ഞാനിപ്പോ റെഡിയാവാം.